السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على نبينا وحبيبنا محمد وعلى آله وأصحابه أجمعين. أما بعد فاتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. ولهم فيها منافع ومشارب أفلا يشكرون. واتخذوا من دون الله آلهة لعلهم ينصرون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വീണ്ടും ഒരുമിച്ച് കൂടാനും അവൻ്റെ പരിശുദ്ധ കലാമിനെക്കുറിച്ച് കേൾക്കാനുമുള്ള, പഠിക്കാനുമുള്ള നമ്മളുടെ ഈ പരിശ്രമം പരലോകത്ത് നമുക്ക് ഉപകാരപ്രദമാകുന്ന ഭയാനകമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കാരണമാകുന്ന ഒരു കർമ്മമായി അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. സൂറത്ത് യാസീനിലെ 72-ാമത്തെ വചനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു വന്നത്. യാസീനിലെ 73-ാമത്തെ വാക്യമാണ് ഞാൻ ആദ്യമായി ഓതി കേൾപ്പിച്ചത്. വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യശ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി സംവിധാനിച്ച, മനുഷ്യൻ്റെ ക്ഷേമത്തിനു വേണ്ടി, അവൻ്റെ നല്ല സുഖകരമായ ജീവിതത്തിനു വേണ്ടി ഒരുക്കി വച്ച എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അവൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്ന കന്നുകാലികൾ. 72-ാമത്തെ വചനത്തിൽ അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഓർമ്മിപ്പിച്ചത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലഹും, അവർക്കുണ്ട്, ഫീഹാ, ആ കന്നുകാലികളിൽ, ആ നാക്കാലികളിൽ, മനാഫിഉ, ഉപകാരങ്ങളുണ്ട്, മൻഫഅത്തുകളുണ്ട്. മുഫസ്സിരീങ്ങൾ പറയുന്നു, അവയുടെ മാംസം അവർ ഭക്ഷിക്കാറുണ്ട്, യാത്രക്കാവശ്യമായി അവയെ ഉപയോഗിക്കാറുണ്ട്, കൃഷിക്കാവശ്യമായി അവയെ ഉപയോഗിക്കാറുണ്ട്. മാത്രമല്ല വളരെ സ്വാദിഷ്ടമായ പാൽ എന്ന ഉൽപ്പന്നം ഈ കന്നുകാലികളിൽ നിന്ന് അവർ എടുക്കാറുണ്ട്. എന്നു മാത്രമല്ല അവരുടെ ഉപജീവന മാർഗമായി പോലും കന്നുകാലികളെ അവർ ഉപയോഗിക്കുന്നു. അവർ വിൽക്കുന്നു, വാങ്ങുന്നു, അതിൻ്റെ പാല് വിൽക്കുന്നു, ആ മൃഗത്തെ തന്നെ കച്ചവട വസ്തുവാക്കുന്നു. ഇങ്ങനെ പലതരത്തിലും മനാഫിഉ എന്ന പദം മുഫസ്സിരീങ്ങൾ പറയുന്നു മുൻതഹൽ ജുമൂഅ് എന്ന ഗണത്തിലാണ് അത് പെടുക. മുൻതഹൽ ജുമൂഇന്റെ പ്രത്യേകത ആധിക്യത്തെ കൂടുതൽ അറിയിക്കുന്നതാണ്. മുൻതഹൽ ജുമൂഅ് സാധാരണ ബഹുവചനത്തെക്കാൾ ശക്തി കൂടും. അപ്പോൾ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ, സൗകര്യങ്ങൾ ഈ കന്നുകാലികളിൽ അവർക്ക് അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യശ്കുറൂൻ. ഒരുപാട് മൻഫഅത്തുകൾ എണ്ണി എണ്ണി പറഞ്ഞു. ശേഷം അല്ലാഹു ഒന്നുകൂടി സൂചിപ്പിച്ചു, വമശാരിബു, അവർക്ക് കുടിക്കാനുള്ളതുമുണ്ട് അതിൽ. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ജലക്ഷാമമുള്ള മരുഭൂമിയിൽ വസിക്കുന്ന ആളുകളോടാണ് നേർക്കുനേരെ ഖുർആന്റെ സംസാരം. ഇതിന്റെ ഒന്നാമത്തെ അഭിസംബോധിതർ നമ്മൾ മനസ്സിലാക്കിയതുപോലെ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവർ മരുഭൂമിയിൽ ജീവിച്ച ആളുകളായിരുന്നു. വെള്ളത്തിന് ഏറെ ക്ഷാമം അവർ അനുഭവിച്ചിരുന്നു. ആ സന്ദർഭത്തിൽ വളരെ ഹൃദ്യമായ, സ്വാദിഷ്ടമായ, അവരുടെ ദാഹം അകറ്റാൻ സഹായകമായ, മാത്രമല്ല വിശപ്പ് പോലും അകറ്റാൻ സഹായകമായ ഈ പാനീയം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണെന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് അള്ളാഹു പറയുന്നു, അഫലാ യശ്കുറൂൻ, എന്തേ അവർ നന്ദി കാണിക്കാതിരിക്കാൻ?
എന്താണ് ഈ പറയുന്ന നന്ദി? മുഫസ്സിരീങ്ങൾ അത് വിശദമായി പറയുന്നത് കാണാൻ സാധിക്കും. ഒന്നാമതായി, ഇത് തന്നത് റബ്ബാണ്, അള്ളാഹുവാണെന്ന് എന്തേ അവർ ഓർക്കാതിരിക്കാൻ? ആ റബ്ബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിന് പകരം എന്തേ അവർ ധിക്കാരികളായി ജീവിക്കാൻ? ആ റബ്ബിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതിന് പകരം എന്തേ അവർ ലംഘിക്കാൻ? സഹോദരങ്ങളെ, അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടുന്ന ആരാധനകൾ, ഇബാദത്തുകൾ, നേർച്ചകൾ, വഴിപാടുകൾ, ദുആകൾ എല്ലാം അവന് മാത്രം അർഹിക്കുന്നത് എന്തുകൊണ്ട് അവർ മറ്റുള്ളവരിലേക്ക് അർപ്പിക്കുന്നു? അതാണ് അഫലാ യഷ്കുറൂൻ. അവർ നന്ദി കാണിക്കാതിരിക്കാൻ എന്താണ് കാരണം? എന്തേ അവർ നന്ദി കാണിക്കാത്തത്? സഹോദരങ്ങളെ, നമ്മളും ചിന്തിക്കേണ്ട കാര്യമാണ്. ഖലഖലകും മാ ഫിൽ അർദി ജമീആ. ഖലഖലകും, അവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. മാ ഫിൽ അർദി ജമീആ, ഈ ഭൂമുഖത്തുള്ളത് മുഴുവൻ നമ്മുടെ ക്ഷേമത്തിനു വേണ്ടി, നമ്മുടെ സുഖകരമായ ജീവിതത്തിനു വേണ്ടി, നമ്മളുടെ നല്ല നല്ല നിലക്കുള്ള ജീവിതത്തിനു വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു, തയ്യാറാക്കിയിരിക്കുന്നു. ഇത് കാണുന്ന, ഇത് അനുഭവിക്കുന്ന, ഇത് ആവോളം ഭക്ഷിക്കുന്ന മനുഷ്യൻ നന്ദി കെട്ടവനായി ജീവിക്കാൻ എന്തേ കാരണം? മുഫസ്സിരീങ്ങൾ ഈ മനാഫിഉ എന്ന് പറയുന്നിടത്ത് പറഞ്ഞൊരു കാര്യം, അൽ മനാഫിഉ അഅം കഅസ്വാഫിഹാ വഔബാരിഹാ വഅശ്ആരിഹാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വദല്ലൽനാ ലഹും എന്ന് പറഞ്ഞ ആയത്തിന്റെ വിശദീകരണത്തിലും പറഞ്ഞു, ഒട്ടകത്തിന്റെ രോമം, പശുവിന്റെ രോമം, ആടുകളുടെ, അത് കോലാടിന്റെയും ചെമ്മരിയാടിന്റെയും ഒക്കെ രോമം, അതാണ് അശ്ആർ, ഔബാർ, അതേപോലെ അസ്വാഫ് എന്നൊക്കെ ഖുർആൻ വിശേഷിപ്പിച്ചത്. ഇതൊക്കെ അവർക്ക് ഉപയോഗ വസ്തുവാകുന്നു. സൂറത്തുൻ നഹ്ലിൽ അള്ളാഹ് അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മൃഗത്തിൽ നിന്ന് ഉപയോഗമായി പറയുന്നു, മാ യന്തഫിഉ ബിഹാ മിനൽ ഹർസി വസ്സറാഅതി അലൈഹാ വദക്കിൽ അർദി വഗൈരി ദാലിക്. ഭൂമി ഉഴുതുമറിക്കാൻ ഈ മൃഗങ്ങൾ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ വെള്ളം നനക്കാൻ, കൃഷി നനക്കാൻ ഈ മൃഗങ്ങൾ ഉപയോഗിക്കുന്നു. അതേപോലെ ഒട്ടനവധി ഉപയോഗങ്ങൾ. അതാണ് വമനാഫിഉ എന്ന വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് വലിഹാദാ ഉതിയ ബിസ്വീഗതി മുൻതഹൽ ജുമൂഅ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ മുൻതഹൽ ജുമൂഇന്റെ ആ പദം അവിടെ ഉപയോഗിക്കാനുള്ള കാരണം, റബ്ബുൽ ആലമീനായ അല്ലാഹു അവന്റെ വചനത്തിലെ ഓരോ അക്ഷരങ്ങളും ഓരോ പദപ്രയോഗങ്ങളും ഏറ്റവും അനുയോജ്യമായ തരത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൻഫഅത്ത് എന്ന് പറയാതെ മനാഫിഉ, എണ്ണമറ്റ ഉപയോഗങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത ഉപയോഗങ്ങൾ നിങ്ങൾക്ക് അവയിലുണ്ട് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു. അഫലാ യഷ്കുറൂൻ എന്നിടത്ത് ഇമാം ഇബ്ൻ കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഐ അഫലാ യുവഹിദൂന ഖാലിഖ ദാലിക്. ഇതൊക്കെ അനുഭവിക്കുന്ന മനുഷ്യരെ, ആ സൃഷ്ടാവായ ആ അല്ലാഹുവിനെ നിങ്ങൾ എന്തുകൊണ്ട് ഏകനാക്കുന്നില്ല? അവന്റെ വഹദാനിയത്തെ നിങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ? നിങ്ങളുടെ പ്രയാസഘട്ടങ്ങളിൽ, നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ, നിങ്ങളുടെ ദുരിതങ്ങൾ മാറിക്കിട്ടാൻ എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ സമീപിക്കുന്നു? അഫലാ യുവഹിദൂന ഖാലിഖ ദാലിക് വമുസഖിരിഹി. നിങ്ങൾക്ക് അവയെ വിധേയമാക്കി തന്നവനെ നിങ്ങൾ എന്തേ വിസ്മരിക്കാൻ? അഫലാ യഷ്കുറൂൻ. മുഫസ്സിരീങ്ങൾ പറയുന്നു, അല്ലാഹുവിനോട് എന്തേ നിങ്ങൾ നന്ദി കാണിക്കാതിരിക്കാൻ? മഅ കുല്ലി ഹാദിഹി നിഅം, ഈ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കെ എന്തേ നിങ്ങൾ നന്ദി കാണിക്കാതിരിക്കാൻ? വലൗ ശകറൂഹു ലസാദഹും. നിങ്ങളെങ്ങാനും നന്ദി കാണിച്ചിരുന്നെങ്കിൽ അല്ലാഹ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ ഏറ്റി തന്നിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ നമ്മൾ ധാരാളമായി കേൾക്കുന്ന വാക്യം, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബീ ലശദീദ്. നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ തരും. വലഇൻ കഫർതും, നിങ്ങൾ നന്ദി കേട് കാണിച്ചാലോ, ഇന്ന അദാബീ ലശദീദ്, തീർച്ചയായും എൻ്റെ ശിക്ഷ അത് കഠിനമായ ശിക്ഷയാകുന്നു. സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുസ്ലിങ്ങളായ സൂറത്ത് യാസീനിനെ ബഹുമാനത്തോടു കൂടി കാണുന്ന, അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കാൻ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ സൂറത്ത് ധാരാളമായി പാരായണം ചെയ്യുന്ന നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അള്ളാഹുവിന് മാത്രം അർഹിക്കുന്ന
അവന് മാത്രം അർഹിക്കുന്ന ഇബാദത്തിന്റെ ഒരു അംശവും അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടാതിരിക്കുക, അത് ഏറ്റവും വലിയ നന്ദികേടാകുന്നു. അതാണ് മുഫസ്സിരീങ്ങൾ ആ ആയത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞിടത്ത് വളരെ ഊന്നി പറഞ്ഞൊരു കാര്യം. ഒരു മുഫസ്സിർ പറയുന്നു, ഒരു കവിയുടെ വാക്യം, ഇദാ കുന്ത ഫീ നിഅമത്തിൻ ഫർഅഹാ ഫഇന്നൽ മആസി തുസീലുൻ നിഅം. നീ അനുഗ്രഹത്തിലാണെങ്കിൽ, അനുഗ്രഹം അനുഭവിക്കുന്നവനാണെങ്കിൽ നീ അത് നല്ലോണം ശ്രദ്ധിച്ചോ. റബ്ബ് നിനക്ക് തന്ന അനുഗ്രഹം അനുഭവിക്കുന്നവനാണെങ്കിൽ വിസ്മരിച്ച് കളയണ്ട, അശ്രദ്ധനായി ജീവിക്കണ്ട. കാരണം ഫഇന്നൽ മആസി തുസീലുൻ നിഅം, നിനക്ക് നൽകപ്പെട്ട അനുഗ്രഹം നീങ്ങിപ്പോകാൻ, നഷ്ടപ്പെടാൻ കാരണമാണ് നിന്റെ ധിക്കാരപരമായ പ്രവർത്തനങ്ങൾ. വഹാഫിദ് അലൈഹാ ബിശുക്രിൽ ഇലാഹ്, നീ ഇലാഹായ അല്ലാഹുവിനോട് ശുക്ർ, ആ ശുക്രിന്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിച്ചോ, ആ ശുക്രിനെ നീ കാത്തു സൂക്ഷിച്ചോ. ഫഇന്നൽ ഇലാഹ സരീഉൻ നിഖം, കാരണം ഇലാഹായ അല്ലാഹു വേഗത്തിലായിരിക്കും ശിക്ഷാ നടപടി സ്വീകരിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടത് റബ്ബിനോടാണ്. നമ്മുടെ ആളുകൾ എന്തുമാത്രം നന്ദി കേടാണ് ആ രംഗത്തൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലി അറുക്കുന്നു മൃഗങ്ങളെ, നേർച്ച അർപ്പിക്കുന്നു മൃഗങ്ങളെ. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അങ്ങനെ പലതും ഒഴിഞ്ഞിടുന്നു. യഥാർത്ഥത്തിൽ ആരാണ് സഹോദരങ്ങളെ ഈ മൃഗങ്ങളെ തന്നതിൽ നമുക്ക് അല്ലാതെ ഏത് പങ്കാളിയാണുള്ളത്? അതാണ് മുഫസ്സിരീങ്ങൾ അത് വളരെ കൃത്യമായി വളരെ ഗൗരവത്തോടു കൂടി പറയാൻ കാരണം. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം, മൻ സ്വനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഊഹ്. അല്ലാഹ് ആരെങ്കിലും നിനക്ക് വല്ല അനുഗ്രഹവും ചെയ്തു തന്നാൽ, വല്ല നന്മയും ചെയ്തു തന്നാൽ നീ അവരോട് പ്രത്യുപകാരം ചെയ്യണം. ഫഇല്ലം തജിദു മാ തുകാഫിഊനഹു, ഒന്നും പകരം ചെയ്യാൻ നിന്റെ കൈവശമില്ലെങ്കിൽ, നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ ഫദ്ഉ ലഹു ഹത്താ തറൗ അന്നകും കാഫഅതുമൂഹ് ജസാക്കല്ലാഹു ഖൈറാ എന്നെങ്കിലും പറയണം. ഒന്നും കൊടുക്കാനില്ലെങ്കിൽ, പകരം നൽകാനില്ലെങ്കിൽ നന്ദിയുടെ ഒരു വാക്ക്, ഒരു ദുആഇന്റെ വാക്കെങ്കിലും പറയണം. അതാണ് ഇമാം അഹ്മദും ഇമാം അബൂദാവൂദും ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞതായി സ്വഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു നന്ദിയുടെ ഭാവം, നന്ദി കാണിക്കുന്ന ഒരു പ്രകൃതം, നന്ദിയുള്ള ഒരു അടിമയായി ജീവിക്കുന്ന ഒരു അവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. സഹോദരങ്ങളെ, 73-ാമത്തെ വചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യശ്കുറൂൻ. സൂറത്ത് യാസീനിലെ ഈ ആയത്തിലൂടെ കടന്നു പോകുന്നവരെ ചിന്തിക്കണം. വലഹും അവർക്കുണ്ട്, ഫീഹാ ഈ കന്നുകാലികളിൽ, മനാഫിഉ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഉപകാരങ്ങൾ, അതേപോലെ തന്നെ വമശാരിബ് ധാരാളം അവർക്ക് കുടിക്കാനുള്ളവ. അല്ലേ, മുഫസ്സിരീങ്ങൾ വിശദമായി പറയുന്നുണ്ട്. നമ്മൾ പാല് കൊണ്ടുണ്ടാക്കുന്ന എന്തെല്ലാം ഉൽപ്പന്നങ്ങളുണ്ടോ റബ്ബിന്റെ വകയാണത്, അള്ളാഹു തന്നതാണത്. അല്ലേ, എന്തൊക്കെ അതുകൊണ്ട് മാറ്റി ഉണ്ടാക്കുന്നുണ്ടോ അതൊക്കെ മശാരിബ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, മുൻതഹൽ ജുമുഇന്റെ വാക്ക്, ആ പദം അത് ഉപയോഗിക്കാനുള്ള കാരണം ഒന്നോ രണ്ടോ 10 അല്ല, ധാരാളക്കണക്കിനുള്ള ഉപയോഗ വസ്തുക്കൾ, കുടിക്കാനുള്ള പാനീയങ്ങൾ അല്ലാഹ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എന്നിട്ടോ എന്തിനാ ഇത് പടച്ചവൻ പറയുന്നത്? അഫലാ യശ്കുറൂൻ, എന്തേ അവർ നന്ദി കാണിക്കാതിരിക്കാൻ? അതുകൊണ്ട് സഹോദരങ്ങളെ, ആ രംഗത്ത് നന്ദിയുള്ളവനായി ഞാൻ ജീവിക്കുന്നുവെന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്താൻ ശ്രമിക്കണം. 74-ാമത്തെ വാക്യം, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹും യുൻസറൂൻ. വത്തഖദൂ അവർ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു, മിൻ ദൂനില്ലാഹ് അല്ലാഹുവിനെ കൂടാതെ, അല്ലാഹുവിന് പുറമെ, ആലിഹതൻ ആരാധ്യന്മാരെ, അല്ലാഹുവിന് പുറമെ അവർ ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുന്നു. ലഅല്ലഹും യുൻസറൂൻ അവർ സഹായിക്കപ്പെടാൻ വേണ്ടി. മുഫസ്സിരീങ്ങൾ പറയുന്നു, വത്തഖദൂ മിൻ ദൂനിഹി എന്ന ലമീർ പ്രയോഗിക്കാതെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മിൻ ദൂനില്ലാഹ് എന്ന് പറഞ്ഞത്? അതിൽ തത്വം അടങ്ങിയിട്ടുണ്ട്. ഈ കാര്യം, ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തനം വളരെ ധിക്കാരപരമാകുന്നു. തഅജ്ജുബിന് വേണ്ടി, ആശ്ചര്യത്തിന് വേണ്ടിയാണ്, തഅല്ലുമിന് വേണ്ടിയാണ്,
മിൻ ദൂനില്ലാഹ് എന്ന് തന്നെ ഖുർആൻ പ്രയോഗിച്ചത്. കാരണം സൂറത്തുൻ നഹലിൽ ഇതേപോലൊരു കാര്യം പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞു മിൻ ദൂനിഹി, ശേഷം വരുന്നുണ്ട് ആയത്ത് മിൻ ദൂനിഹി. അതവിടെ പറയാനുള്ള കാരണം എന്താ? തൊട്ടുമുകളിൽ അള്ളാഹുവിനെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടാണ് പിന്നെ പറയുന്നത്. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വത്തഖദൂ, അവർ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു മിൻ ദൂനില്ലാഹി. ആ ജലാലത്തിന്റെ ഇസ്മ അള്ളാഹു പ്രയോഗിക്കാനുള്ള കാരണം മഹാനായ, ഉന്നതനായ, സർവേശ്വരനായ, സർവശക്തനായ ആ അള്ളാഹു, അവന് കൂടാതെ അവന്റെ പുറമെ അവർ സ്വീകരിച്ചിരിക്കുന്നു ആലിഹതൻ, ആരാധ്യന്മാരെ. എന്തിനു വേണ്ടി? ലഅല്ലഹും യൂസറൂൻ, അവർക്ക് സഹായം ലഭിക്കാൻ വേണ്ടി, അവർ സഹായിക്കപ്പെടാൻ വേണ്ടി. മുഫസ്സിരീങ്ങൾ പറയുന്നു ഹാദാ ബയാനുൻ ലിബത്ലാനി ആലിഹത്തിൽ മുശ്രിക്കീൻ. മുശ്രിക്കീങ്ങളുടെ, ആരാധ്യന്മാരുടെ നിരർത്ഥകതയാണ് ഈ ആയത്ത് വ്യക്തമാക്കുന്നത്. അല്ലത്തി ഇത്തഖദൂഹാ മഅല്ലാഹി തആല, റബ്ബിന്റെ കൂടെ, റബ്ബിന് പുറമെ അവർ സ്വീകരിച്ചിരിക്കുന്ന ആരാധ്യന്മാരുണ്ടല്ലോ, അവർ നിരർത്ഥകൻ. ആ ആരാധ്യന്മാർ ഒട്ടും ഹക്കിന്റെ ആളുകളല്ല, ബാത്തുലിന്റെ ആളുകളാകുന്നു. ഈ ആരാധിക്കുന്ന ആളുകൾ എന്താ ആഗ്രഹിക്കുന്നത്? ഇവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ ഇവർ ഞങ്ങളെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട കാര്യമാണ്. സൂറത്ത് യൂനുസിൽ ഒരു ആയത്തിൽ അള്ളാഹു ഇത് പഠിപ്പിക്കുമ്പോ അവിടെ പറഞ്ഞ കാര്യം, അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്നവർ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ കാരണമായി പറയുന്നു ഇവർ ഞങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ ശുപാർശകരായിരിക്കും. സഹോദര, ചിന്തിക്കേണ്ട കാര്യമാണ്. ആരാണ് അങ്ങനെ നമ്മളെ പഠിപ്പിച്ചത്? ഏത് വചനത്തിലാണ്? റബ്ബിന്റെ ഖുർആനിൽ, അള്ളാഹുവിന്റെ ഖുർആനിൽ ഏത് വചനമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? അല്ലാഹ് അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ നമുക്ക് ശുപാർശകരായി വരുമെന്ന്. മുസ്ലിങ്ങളായ സഹോദരങ്ങൾ, സാമാന്യ ജനങ്ങൾ പോലും ഈ തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്നു. അവരെ വിളിച്ചാൽ, ഇവരെ വിളിച്ചാൽ, അവരിലൂടെ അടുക്കാൻ ശ്രമിച്ചാൽ, ഇവരിലൂടെ അടുക്കാൻ ശ്രമിച്ചാൽ, അമ്പിയാക്കളിലൂടെ, ഔലിയാക്കളിലൂടെ, ശുഹദാക്കളിലൂടെ അങ്ങനെയൊക്കെ ശ്രമിച്ചാൽ അവർ ശുപാർശ പറയുന്നു, വിശ്വസിക്കുന്നു. ഇതാണ് മുഫസ്സിരീങ്ങൾ ഈ ആളുകളെ കുറിച്ചും ഇവിടെ കൃത്യമായി പറയുന്നത്. ഇബ്നു മുസ്ലിം എന്ന് പറയുന്നു യഖൂലു തആല മുൻകിറൻ അലൽ മുശ്രികീന ഫീ ഇത്തിഖാദിഹിമുൽ അൻദാദ് ആലിഹതൻ മഅല്ലാഹ് യബ്തഗൂന ബിദാലിക അൻ തൻസുറഹും തിൽകൽ ആലിഹ വ തർസുഖുഹും വ തുഖർരിബുഹും ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിന് പുറമെ ഈ ആളുകൾ എന്തിനാണ് ആരാധ്യന്മാരെ സ്വീകരിച്ചത്? അവർ അല്ലാഹുവിനെ വിശ്വസിച്ചിട്ടല്ല, സ്വയം കഴിവുള്ളവരാണെന്ന് വിശ്വസിച്ചിട്ടല്ല. പിന്നെ ഇവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും, ഇവർ ഞങ്ങളുടെ കാര്യം അള്ളാഹുവോട് പറയും, ഇവർ ഞങ്ങൾക്ക് ശുപാർശകരായിട്ട് മാറും, ഇവർ ഞങ്ങൾക്ക് സഹായം നൽകും. ഈ വിശ്വാസമാണ് ഈ ആളുകൾക്കുണ്ടായിരുന്നത്. സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട കാര്യമാണ്. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹും യൂസറൂൻ. മറ്റൊരു മുഫസ്സിർ പറയുന്നു ഇത്തഖദു ഹാദിഹിൽ ആലിഹ മിൻ ദൂനില്ലാഹ് വതറകു ഉലൂഹിയത്തല്ലാഹി തആല. ചില ആളുകളുടെ ദുർന്യായം കാണാൻ സാധിക്കും അല്ലേ? അള്ളാഹുവിന് പുറമെ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ വിളിക്കുന്നു, അതേപോലെ തന്നെ മറ്റുള്ളവരെ വിളിക്കുന്നു. പക്ഷെ രണ്ടും രണ്ട് വിളിയാണ്. ഒന്ന് അള്ളാഹുവിന് മാത്രമുള്ളത്, മറ്റതോ അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്നേ വിശ്വസിക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ എന്താണ് ഈ പറയുന്നത്? അള്ളാഹുവിന് പുറമെ ആരെങ്കിലും ഇവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ആര് വിളിച്ചാലും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു അന അഗ്ന ശുറകാഇ അനി ശിർക്ക്, പങ്കാളികളിൽ നിന്ന്, പങ്കു ചേർക്കുന്നവരിൽ നിന്ന് ഞാൻ ഒഴിവാകുന്നു. അള്ളാഹുവിന്റെ വചനമാണ്. അള്ളാഹ് പറഞ്ഞുവെന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിക്കുകയാണ്. മൻ അമില അമലൻ അശ്റക ഫീഹി മഈ ഗൈരി തറക്തുഹു വശിർകഹു. എന്റെ കൂടെ ആരെങ്കിലും ഒരമൽ ഒരാൾ ചെയ്യുന്നു, ആ ചെയ്യുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നു, മറ്റുള്ളവന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെയും അവന്റെ ഷിർക്കിനെയും ഞാൻ വിടും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് അള്ളാഹുവോടും പ്രാർത്ഥിക്കാം, മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാം, പക്ഷെ രണ്ടും രണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദുർന്യായം നടത്തുന്ന ആളുകൾ ചിന്തിക്കേണ്ട കാര്യമാണ്. മുഫസ്സിറുകൾ അത് കൃത്യമായി പറയുന്നു. അന്നൽ ഇൻസാന ഇദത്തഖദ ശരീകൻ മഅല്ലാഹ്, മനുഷ്യൻ അള്ളാഹിന്റെ പുറമെ ഒരു ശരീക്കിനെ, ഒരു പങ്കാളിയെ സ്വീകരിച്ചാൽ ഫഇന്നല്ലാഹ തആല യത്റുകുഹു വശിർകഹു,
അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും വിടും, അവൻ പങ്കു ചേർത്തതിനെയും വിടും. വകഅന്നഹു ലം യഅലഹില്ലാഹ തആല കമാ ജാഅ ഫിൽ ഹദീസിൽ ഖുദ്സി എന്ന് പറഞ്ഞാണ് ഈ ഹദീസ് കൊടുക്കുന്നത്. അവൻ അള്ളാഹുവിനെ ഇലാഹായി സ്വീകരിക്കാത്തത് പോലെയാണ് അള്ളാഹുവിന്റെ കൂടെ വേറൊരാളെ കൂടെ ചേർത്താൽ, അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളെ ചേർത്താൽ അള്ളാഹുവിനെ അവഗണിച്ചതിന് തുല്യമാണ് എന്നർത്ഥം. അലിഹ യഅലഹു എന്ന് പറഞ്ഞാൽ അഭയം പ്രാപിച്ചു, അവലംബമായി സ്വീകരിച്ചു, അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ അവലംബമായി സ്വീകരിക്കാത്തവനെ പോലെയാണ് അള്ളാഹുവേ ബദരീങ്ങളെ, അള്ളാഹുവേ മുഹിയുദ്ദീൻ ഷെയ്ഖെ, അല്ലെങ്കിൽ അള്ളാഹുവേ ഏതെങ്കിലും മലക്കിന്റെ പേരോ അല്ലെങ്കിൽ ജിന്നിനെയോ ആരെയാകട്ടെ ഒരാൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിലൂടെ അള്ളാഹുവിനെ അവൻ അവഗണിച്ചവനെ പോലെയാകുന്നു. ആരാ പറഞ്ഞത്? അള്ളാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഖുദ്സിയായ ഹദീസിലൂടെ ആ ആശയം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ ലഅല്ലഹും യൂസറൂൻ, എന്തിനാ ഇവർ അല്ല ഇല്ലാത്തവരെ വിളിക്കുന്നത്? എന്തിനാ ആരാധ്യന്മാരായി സ്വീകരിച്ചിരിക്കുന്നത്? ഇവർ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി, ഇവർ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്. യംനഊന മിൻ അദാബില്ലാഹ്, ഈ ആൾക്കാരെ വിശ്വാസത്താണ്, പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് ഇവർ ഞങ്ങളെ തടുക്കും. ബിശഫാഅത്തി ആലിഹതിഹിം, ഈ ആരാധ്യന്മാരുടെ ശുപാർശ കൊണ്ട്. ബിസഅമിഹിം ഫഹും ഇത്തഖദൂ ഹാദിഹിൽ ആലിഹ ലിഅംറൈനി ജമീഅ, അല്ലാത്ത ഒരു ആരാധ്യനെ നമ്മുടെ ആളുകൾ മനസ്സിലാക്കിയത് ആരാധ്യൻ എന്ന് പേരിട്ടെങ്കിലേ ഇലാഹാകുള്ളൂ, അല്ലെങ്കിലോ ഇലാഹാവുകയില്ല. നഊദു ബില്ലാഹ്. ഏതായത്താണ് സഹോദരന്മാരെ അതുപോലെ നമ്മളെ പഠിപ്പിക്കുന്നത്? ഏത് ഹദീസിലാണ് നിങ്ങൾ അല്ലാത്ത ആരെ വിളിച്ചാലും ഇലാഹാണെന്ന വിശ്വാസമുണ്ടെങ്കിലേ അത് ഇലാഹായി മാറൂ എന്ന് പഠിപ്പിക്കുന്നത്? ഇല്ല. അല്ലാഹുവോ റസൂലോ അങ്ങനെ ഒരു വ്യാഖ്യാനം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഫഹും ഇത്തഖദു ഹാദിഹിൽ ആലിഹ, ഈ ആരാധ്യന്മാർ അവർ സ്വീകരിച്ചിരിക്കുന്നു ലി അംറൈൻ, രണ്ട് കാര്യത്തിന് വേണ്ടി. എന്താണത്? ലിദഫ്ഇ മാ യക്റഹ്, തങ്ങൾ വെറുക്കുന്ന കാര്യം നീങ്ങിക്കിട്ടാൻ വേണ്ടി, തടയാൻ വേണ്ടി, ഏതെങ്കിലുമൊക്കെ പ്രയാസം ദൂരീകരിച്ച് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി. അല്ലേ? വാഹനത്തിൽ ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ കെട്ടിവെക്കുന്നു. എന്തിനാണ്? അപകടം സംഭവിക്കാതിരിക്കാൻ. വീട്ടിന്റെ 4 കോണിലും ഓരോ സാധനങ്ങൾ കെട്ടിത്തൂക്കുന്നു. വീട് നിർമ്മിച്ചാൽ പലതും അവിടെ സ്ഥാപിക്കുന്നു. ആര്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. നിസ്കാരം കഴിഞ്ഞിട്ട് പറയുന്ന വിശ്വാസിയാണ് ഇത് ചെയ്യുന്നത്. അല്ലാഹുവേ, നീ തരുന്നത് തടുക്കാൻ, നീ തടഞ്ഞത് തരാൻ ഒരാൾക്കും കഴിയില്ല റബ്ബേ എന്ന് റബ്ബിനോട് പറയാ. എന്നിട്ടോ വീട് കാക്കാൻ ഓരോ കുപ്പി ഓരോ സ്ഥലത്ത് നാട്ടി വെച്ചിരിക്കുക, ഓരോ ബോർഡ്, ഓരോ ഫ്രെയിം ചെയ്ത സാധനങ്ങൾ, ഇങ്ങനെ പലതും. സഹോദരങ്ങളെ, വിശ്വാസമാണ് ഇവിടെ പൊളിഞ്ഞു പോകുന്നത്. കണ്ടോ? ലിദഫ്ഇ മാ യക്റഹു വഹുസൂലി മാ യഹ്സബു യുഹിബ്ബു, ആഗ്രഹം സഫലീകരിക്കാൻ, പ്രയാസം നീങ്ങിക്കിട്ടാൻ, ഇതിനാണ് ഇത്തരം ആളുകളെ സ്വീകരിക്കുന്നത്. ഫവാഅജബൻ കൈഫ യുഅസിൽ ഇലാഹ് അം കൈഫ യജ്ഹദുൽ ജാഹിദു. വല്ലാത്ത അത്ഭുതം തന്നെ. അല്ലാഹു ആകുന്ന ആരാധ്യൻ എങ്ങനെയാണ് ധിക്കരിക്കപ്പെടുന്നത്? ഒരു കവി ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇലാഹായ റബ്ബ് അനുസരിക്കാതിരിക്കുന്നത്, ആ റബ്ബിനെ അനുസരിക്കാതിരിക്കുന്നത്, അവനെ മനുഷ്യൻ ധിക്കരിക്കുന്നത്? അം കൈഫ യജ്ഹദുൽ ജാഹിദു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു നിഷേധി അവനെ നിഷേധിക്കുന്നത്? വഫീ കുല്ലി ഷൈഇൻ ലഹു ആയ തദുല്ലു അലാ അന്നഹുൽ വാഹിദു. എല്ലാ വസ്തുക്കളിലും റബ്ബിന്റെ ദൃഷ്ടാന്തം നമുക്ക് കാണാൻ സാധിക്കും, എല്ലാത്തിനും കാണാൻ സാധിക്കും. തദുല്ലു, ആ ദൃഷ്ടാന്തങ്ങൾ അറിയിക്കുന്നു, അലാ അന്നഹുൽ വാഹിദ്, അവൻ ഏകൻ മാത്രാണ്, അവനല്ലാത്തൊരു ആരാധ്യനില്ല എന്ന് നമ്മുടെ കണ്ണിൽ കാണുന്ന, നമ്മുടെ മുമ്പിലുള്ള ഓരോ സൃഷ്ടികളും വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നു. ആ വാക്ക് എത്ര അർത്ഥവത്താണ് സഹോദരന്മാരെ. ഫവാഅജബൻ കൈഫ യുഅസിൽ ഇലാഹ് അം കൈഫ യജ്ഹദുൽ ജാഹിദു വഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹുൽ വാഹിദു. നമ്മൾ കാണുന്ന കേൾക്കുന്ന എല്ലാം അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് തേടല്ലേ, അല്ലാഹു അല്ലാത്തവരിലേക്ക് നേർച്ച അർപ്പിക്കല്ലേ, അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയിൽ നിന്നും അഭൗതികമായ സഹായം പ്രതീക്ഷിക്കല്ലേ, അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയിൽ നിന്നും അഭൗതികമായ ശിക്ഷ, അപകടം ഭയപ്പെടല്ലേ. ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടോ വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നു, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹ, അല്ലാഹുവിന് പുറമെ അവർ ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുന്നു. സുമ്മ ബയ്യന സുബ്ഹാന,
അള്ളാഹു പിന്നെ വ്യക്തമാക്കുകയാണ് മൗഖിഫഹുമുൽ ജുഹൂദി മിൻ ഹാദിഹി നിഅം. ഈ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന അതിനുള്ള തെളിവ്, അവരുടെ ആ നിലപാട് അള്ളാഹു വ്യക്തമാക്കുകയാണ്. അതെന്താ? ഇന്ന ഹഉലാഇൽ കാഫിരീൻ ലം യുഖാബിലു നിഅമനാ. റബ്ബിന്റെ വാക്കിൽ അടങ്ങിയിരിക്കുന്ന കാര്യം മുഫസ്സിറുകൾ വ്യക്തമാക്കി തരാണ്. നമ്മുടെ നിഅമത്തുകളെ ഈ മനുഷ്യന്മാർ, ഈ ധിക്കാരികൾ, ഈ കാഫിരീങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അവർ സ്വീകരിക്കുന്നില്ല. എങ്ങനെ? ബിശുക്രി, നന്ദിയോടുകൂടി സ്വീകരിക്കുന്നില്ല. സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സന്താനം ജനിക്കാതെ പ്രയാസപ്പെട്ടു വർഷങ്ങൾ പലതും ചെയ്തു, പല സ്ഥലത്തും പോയി. ചില മനുഷ്യന്മാരുണ്ടല്ലോ, അങ്ങനെ ഒരു സന്താനത്തെ റബ്ബ് അവർക്ക് പ്രദാനം ചെയ്താൽ നന്ദി അർപ്പിക്കാൻ പോകുന്നത് ഏതെങ്കിലും ജാറത്തിലേക്കാണ്. നഊദു ബില്ലാഹ്. നന്ദി അർപ്പിക്കാൻ പോകുന്നത് വേറെ ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്കാണ്. കണ്ടോ, റബ്ബിനോട് കൊടുക്കേണ്ട, റബ്ബിന് പറയേണ്ട നന്ദിയുടെ വാക്ക്, റബ്ബിന് കൊടുക്കേണ്ട നന്ദിയുടെ പ്രവർത്തനം, അത് മറ്റു പരലിലേക്കും അവർ അർപ്പിക്കുന്നു. അവർ അഹങ്കാരമാണ്, നിഷേധമാണ് നന്ദിയായി പ്രകടിപ്പിക്കുന്നത്. അല്ലേ? ഇത് എത്ര നന്ദികേടാണ് സഹോദരന്മാരെ! എന്തുമാത്രം അഹങ്കാരമാണിത്! ഒരു സന്താനത്തെ പ്രദാനം ചെയ്യുന്നതിൽ റബ്ബല്ലാത്ത ഏത് ശക്തിക്കാണ് സഹോദര പങ്കുള്ളത്? എന്തുമാത്രം ധിക്കാരപരാണ് ആ പ്രവർത്തനം! ഒരു നല്ല പുതിയ വാഹനം വാങ്ങിയാൽ നന്ദി അർപ്പിക്കാൻ പോവുകയാണ് ഏതെങ്കിലും അത്തരം കേന്ദ്രങ്ങളിലേക്ക്. ഏത് വിഷയത്തിലും അങ്ങനെ തന്നെ. നമ്മെ ആരാധിക്കാൻ അവർ സന്നദ്ധരല്ല, അത് അവർ ഒഴിവാക്കി. പിന്നെ അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിക്കുന്നു. എങ്ങനത്തെ ആരാധ്യന്മാര്? ലാ തൻഫഉ വലാ തദുറു, ഉപകാരം ചെയ്യാൻ കഴിയാത്ത, ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത മുതവഹിമീൻ, അവർ തെറ്റിദ്ധരിച്ചുകൊണ്ട്. എന്താ തെറ്റിദ്ധരിച്ചത്? അന്നഹാ തൻസുറുഹും ഇൻദമാ യത്ലുബൂന നസ്റഹാ, സഹായം തേടിയാൽ ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങൾക്ക് സന്താനത്തെ തരണേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണേ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ നീക്കിത്തരുമെന്ന് ഇവർ തെറ്റിദ്ധരിക്കുന്നു. വറാജീൻ, അവർ പ്രതീക്ഷിക്കുന്നു അൻ തദ്ഫഅ ഇൻദഹും അൻഹും ദുർറാ, ഈ മനുഷ്യന്മാർ പ്രയാസം നീക്കിത്തരുമെന്ന്, ബുദ്ധിമുട്ട് നീക്കിത്തരുമെന്ന്. ഏതൊരു പ്രയാസം നീക്കാൻ വേണ്ടി പറഞ്ഞാലും ഇവരെ നീക്കിത്തരും, ഇവരെ കൊണ്ട് രക്ഷപ്പെടും എന്ന് ഈ മൂഢന്മാർ, മുതവഹിമീൻ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ച ആളുകൾ, തെറ്റായി മനസ്സിലാക്കി വെച്ച ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നു. മുഫസ്സിരീങ്ങൾ ഈ ആയത്ത് വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ എന്ന ആയത്ത് വളരെ വിശദമായി തഫ്സീറുകൾ പരിശോധിച്ചാൽ വിശദീകരിച്ച് പറഞ്ഞു കാണാൻ സാധിക്കും. അല്ലാമ ഇബ്നു ആശൂർ റഹ്മത്തുള്ളാഹി പറയാണ്, വൽ മഖ്സൂദു ബിൽ ഇഖ്ബാരി ബിത്തിഖാദിഹിം ആലിഹ. ഈ പറഞ്ഞതുണ്ടല്ലോ അള്ളാന്റെ ഈ വാക്ക്, ഈ ഇഖ്ബാർ, അവർ അള്ളാഹ്ക്ക് പുറമെ ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുന്നു. ആ വാക്ക് അത്തഅജീബു മിൻ ജരിയാനിഹിം അലാ ഖിലാഫി ഹഖ്ഖിൻ നിഅമ. എന്തിനാ അള്ളാഹ് അങ്ങനെ പറഞ്ഞത്? ഇവരുടെ ഈ ധിക്കാരപരമായ പ്രവർത്തനം എന്തുമാത്രം ആശ്ചര്യകരമാണെന്ന് പറയാൻ വേണ്ടി. തുമ്മ മുഖാലഫത്ത് മുഖ്തല ദലീലിൽ വഹദാനിയ, അള്ളാഹുവിന്റെ വഹദാനിയത്തിന് എതിരാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അള്ളാഹുവിന് മാത്രം അർഹിക്കുന്നത് വേറുള്ളവർക്ക് കൊടുക്കുക, അള്ളാഹുവിലേക്ക് മാത്രം അർപ്പിക്കേണ്ടത് മറ്റു പരലിലേക്കും കൊടുക്കുക. ആ ഗൗരവമാണ്, ആ ആശ്ചര്യമാണ് അള്ളാഹു ഈ വാക്കിൽ പ്രകടിപ്പിക്കുന്നത്. വൽ ഇത്യാനു ബി ഇസ്മിൽ ജലാല അൽ അലമു ദൂന ദമീരിൻ ഈമാഉൻ ഇലാ അന്ന ഇത്തിഖാദഹും ആലിഹത്തുൻ മിൻ ദൂനില്ലാഹ് ജറാഅത്തുൻ അദീമ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മിൻ ദൂനില്ലാഹ് എന്ന് തന്നെ പ്രയോഗിക്കാൻ കാരണം അതിന്റെ ഗൗരവമാണ് അള്ളാഹു ഇവിടെ പ്രകടമാക്കുന്നത്. എന്നാൽ വേറെ ചില സ്ഥലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഫുർഖാനിൽ കാണാം, വത്തഖദു മിൻ ദൂനിഹി ആലിഹ. കണ്ടോ, അവിടെ മിൻ ദൂനില്ലാഹ് എന്ന് പറഞ്ഞില്ല, മിൻ ദൂനിഹി, അവന് പുറമെ അവർ ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുന്നു. അവരാരാ? ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, ഒന്നും സൃഷ്ടിക്കാത്തവർ, അവർ തന്നെയും സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അങ്ങനെയുള്ളവരെ ഇവർ ആരാധ്യന്മാരാക്കിയിരിക്കുന്നു. അവിടെ അല്ലാഹ് പറഞ്ഞത് മിൻ ദൂനിഹി എന്നാണ്. എന്തേ അതിന് കാരണം? നമ്മൾ ഖുർആനിന്റെ വരികളിലൂടെ ശ്രദ്ധാപൂർവം വായിച്ചു നോക്കിയാൽ, തഫ്സീറുകൾ പരതിയാൽ ആശ്ചര്യകരമായ പല കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ കണ്ടോ, തൊട്ടുമുകളിൽ ഈ പറഞ്ഞ തൊട്ടുമുകളിൽ എന്താ പറഞ്ഞെന്നറിയോ? അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം ആർക്കാണോ അവൻ. വലം യകുൽ ലഹു ശരീകും ഫിൽ മുൽക്ക്, അവന്റെ അധികാരത്തിൽ, ഉടമസ്ഥതയിൽ ഒരാൾക്കും പങ്കില്ല. വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറാ, എല്ലാത്തിനെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, അവനൊരു കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്
സൂറത്തുൽ ഫുർഖാനിലെ 3-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറഞ്ഞത് എന്ത്? അവർ അള്ളാഹുവിന് പുറമേ എന്ന് പറയാൻ മിൻ ദൂനിഹി എന്ന് പ്രയോഗിച്ചത്. ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ ഈ ആയത്തും കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കേണ്ട ആയത്താണ്. ഏതാണ് ആയത്ത്? 25-ാമത്തെ സൂറത്ത് ഫുർഖാനിലെ 2-3 ആയത്തുകൾ. വത്തഖദൂ മിൻ ദൂനിഹി ആലിഹതൻ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. അവർ അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുന്നു. ഏതാണ് ഈ ആരാധ്യന്മാർ? അവരെ തന്നെ അള്ളാഹ് സൃഷ്ടിച്ചതാണ്, അവരൊട്ടും ഒന്നിനെയും സൃഷ്ടിച്ചിട്ടുമില്ല. വലാ യംലികൂന ലിഅൻഫുസിഹിം ദർറൻ വലാ നഫ്ആ. തങ്ങൾക്ക് തന്നെ ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ കഴിയാത്തവരാണ് ഈ മനുഷ്യന്മാർ, ഈ സൃഷ്ടികൾ, ഈ ആരാധ്യന്മാർ. എന്തുമാത്രം ചിന്തിപ്പിക്കുന്നൊരു വാക്കാണ് സഹോദരന്മാരെ അത്. അള്ളാഹു അല്ലാത്ത ഏത് പടപ്പിനെ, അത് അമ്പിയാക്കളായിരുന്നാലും ഔലിയാക്കളായിരുന്നാലും ജിന്നുകളാണെങ്കിലും മലക്കുകളാണെങ്കിലും ശുഹദ ആരുമാകട്ടെ, അവരാരാ? അള്ളാന്റെ സൃഷ്ടികളാ. അവരെ സഹായിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ അവർ മരിച്ചു പോകുന്നത്, അവർക്ക് ക്ഷീണമുണ്ടാകുന്നത്, അവർക്കും അങ്ങനെയുള്ള എല്ലാ കഴിവുകളും ഉണ്ടാകുന്നത്. അപ്പോ അവരെ സഹായിക്കാൻ പോലും കഴിയില്ല, അവർക്ക് ദുരിതം തടുക്കാൻ കഴിയുകയില്ല. വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. ജീവിതത്തെയോ മരണത്തെയോ ഉയർത്തെഴുന്നേൽപ്പിനെയോ ഉടമപ്പെടുത്തുന്നവരല്ല അവർ. എന്നിട്ടും ആളുകൾ ആരെ വിളിക്കുന്നത്? അല്ലാഹ് അല്ലാത്ത പലരെയും. അള്ളാഹുവിനെ മാത്രമേ വിളിക്കാവൂ സഹോദര എന്ന് പറഞ്ഞാൽ അവനത് ഇഷ്ടമല്ല. അമ്പിയാക്കന്മാരിലൂടെ, ഔലിയാക്കന്മാരിലൂടെ, ശുഹദാക്കന്മാരിലൂടെ എന്നേ അതേ അവർ അംഗീകരിക്കുകയുള്ളൂ. ആരാണ് സഹോദരന്മാരെ ഈ ആളുകൾ? അവരാരും നിസ്സാരരല്ല. അങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കും. കണ്ടോ, അവരെ സ്നേഹിക്കാത്തവരാണ്, അവരോട് ബഹുമാനമില്ലാത്തവരാണ്. ഇല്ല, അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കാൻ പറഞ്ഞവരെയൊക്കെ നമ്മൾ ആദരിക്കണം. പക്ഷേ ആരാധിക്കാൻ പാടില്ല. അതാണ് നാം കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടത്. സൂറത്തുൽ ഫുർഖാനിൽ 3-ാമത്തെ വചനം ഇത് നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നു. ഈ ആയത്തിനെ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. സൂറത്തുൽ ഫുർഖാനിലെ ഈ വചനത്തെ, ആ ഭാഗം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നു. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, ഫഹുവല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഗൈറുഹു. അവനാകുന്നു അല്ലാഹു. ഈ പറഞ്ഞത് ആരെയാണോ ആരാധിക്കേണ്ടത് അവനാണ് അല്ലാഹു, അവനല്ലാത്തൊരു ആരാധ്യനില്ല. വലാ റബ്ബ സിവാഹു വലാ തംബഗി അൽ ഇബാദത ഇല്ലാ ലഹു. അവനല്ലാത്തൊരു റബ്ബില്ല, അവനല്ലാത്ത ആരാധന അർഹിക്കുന്ന ഒരാളുമില്ല. ലിഅന്നഹു, കാരണം അവൻ മാ ശാഅ കാൻ വമാ ലം യശഅ ലം യകുൻ. അവൻ ഉദ്ദേശിച്ച് സംഭവിക്കും, അവൻ ഉദ്ദേശിക്കാത്ത സംഭവിക്കുകയില്ല. വഹുവല്ലദീ ലാ വലദ ലഹു വലാ വാലിദ വലാ അദീൽ. മക്കളില്ലാത്തവൻ, പിതാവില്ലാത്തവൻ, പങ്കാളിയില്ലാത്തവൻ, തുല്യനില്ലാത്തവൻ. വലാ നദീദ് വലാ വസീർ വലാ നദീർ. കണ്ടോ, ചില ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു വശം എന്താണെന്നറിയോ? അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കരുതെന്ന് ഖുർആനിൽ ആയത്ത് ഓതി കേൾപ്പിച്ചാൽ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കും. അത് കല്ലിനെ പ്രാർത്ഥിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്, വിഗ്രഹത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, ഔലിയാക്കന്മാരെ കുറിച്ചല്ല, അമ്പിയാക്കന്മാരെ കുറിച്ചല്ല. സഹോദരങ്ങളെ, അത് ദുർവ്യാഖ്യാനമാണ്. മുഫസ്സിരീങ്ങൾ ആ അർത്ഥത്തിൽ മാത്രമല്ല, അസ്നാമ് എന്ന് പറഞ്ഞവരുണ്ട്, ഹജറാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ഈ അസ്നാമും ഹജറും ഒക്കെ ഏതെങ്കിലും മഹത്തുക്കളെ പ്രതിനിധാനം ചെയ്യുന്നവരാണെന്നത് ഇവർ വിസ്മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ബോധപൂർവ്വം മറച്ചു വെക്കുന്നു. സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വലാ നദീറ ബൽ ഹുവൽ അഹദുസ് സമദുൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആരാ അല്ലാഹ്? അവൻ ഏകനാണ്, ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്, എല്ലാവരും ആശ്രയിക്കുന്നവനാണ്. അവൻ ജനിച്ചിട്ടില്ല, അവൻ ആരെയും ജനിപ്പിച്ചിട്ടുമില്ല. അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആരുടെയും പിതാവല്ല, ആരുടെയും മാതാവല്ല, ആരുടെയും സന്താനമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവന് തുല്യനായി ആരും തന്നെ ഇല്ല. സഹോദരങ്ങൾ, ഇതാണ് ഇസ്ലാമിന്റെ തൗഹീദ്. ഈ തൗഹീദിൽ വെള്ളം ചേർക്കുന്ന ഏത് നിലപാടുകളും ഗുരുതരമായ തെറ്റായിട്ട്, നന്ദികേടായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയാൽ നമ്മുടെ പരലോകമാണ് സഹോദരന്മാരെ നഷ്ടപ്പെടുക. അള്ളാഹു അവന്റെ ഖുർആനിൽ ഇത് ആവർത്തിച്ച് പറയാൻ കാരണം എന്താ? ആരും അറിയാതെ പോകരുത്, ഈ ദുരന്തത്തിൽ ആരും അകപ്പെട്ടു പോകരുത്. ഏതാ ദുരന്തം? അല്ലാഹ് അല്ലാത്ത ഒരാളെ പ്രാർത്ഥിക്കാൻ അർഹനായി സ്വീകരിക്കുക, അള്ളാഹു അല്ലാത്തൊരു ശക്തിയെ ആരാധന അർപ്പിക്കാൻ അർഹനായി സ്വീകരിക്കുക. ആരാധനയുടെ ഏത് അംശമാകട്ടെ അല്ലാഹ് അല്ലാത്ത ഏത് ശക്തിക്ക് അർപ്പിച്ചാലും കടുത്ത ധിക്കാരമാണെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നൊരു ഖുർആൻ പറയാണ്, ലാ യസ്തതീഊന നസ്റഹും
വഹും ലഹും ജൂദും മുഹ്ദറൂൻ. ആരാണ് ഈ ആരാധ്യന്മാർ? ആരാധ്യന്മാർ എന്നാൽ ഇവർ പേരിട്ട് വിളിക്കുന്നവരാണ്. ആരാണവർ? ലാ യസ്തതീഊന നസ്റഹും, ഇവരെ സഹായിക്കാൻ അവർക്ക് കഴിയുകയില്ല. അല്ല കട്ടായമായി പറയാണ്, ആരും സംശയിക്കണ്ട. എന്നാലും പടച്ചവൻ കഴിവ് കൊടുക്കൂലേ, അല്ല കഴിവ് കൊടുത്തത് കൊണ്ട് സഹായിച്ചുകൂടെ എന്നൊക്കെ പറയുന്നവരല്ലേ റബ്ബിന്റെ വചനം. ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജൂദും മുഹ്ദറൂൻ, അവർ ഇവർക്ക് സജ്ജീകരിക്കപ്പെട്ട പട്ടാളമാകുന്നു. അത് വല്ലാത്തൊരു വാക്കാണിത്. മുഫസ്സിരീങ്ങൾ 2-3 അർത്ഥത്തിൽ അത് വ്യാഖ്യാനിക്കും. ഒന്ന്, ഈ ആരാധ്യന്മാരെ സംരക്ഷിക്കാൻ ഇവർ സന്നദ്ധരായി നിൽക്കുകയാണ്. അതാണല്ലോ അവർക്ക് പ്രൊട്ടക്ഷനായിട്ട്, അവർക്ക് കാവൽക്കാരായിട്ട് ഇവർ നിൽക്കും. എന്തുമാത്രം മൂഢത്തരമാണ് സഹോദരന്മാരെ അത്. ആരാധന അർപ്പിക്കുന്നവർക്ക് കാവൽക്കാരായി ഈ മനുഷ്യന്മാർ പൊട്ടന്മാർ നിൽക്കാം. അല്ലാഹുവിന്റെ വചനം വഹും ലഹും ജൂദും മുഹ്ദറൂൻ, അവർ ഇവർക്ക് സജ്ജീകരിക്കപ്പെട്ട, ഒരുക്കി നിർത്തപ്പെട്ട പട്ടാളമാകുന്നു. അല്ലേ? നമ്മുടെ നാട്ടിൽ ആൾ ദൈവങ്ങൾക്ക് കാവൽക്കാർ നിൽക്കാറുണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ആളുകളെ തയ്യാറാക്കിയിരിക്കുന്നു. ആരെ? ഈ മനുഷ്യന്മാര് ആവശ്യ നിർവഹണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ, മനുഷ്യന്റെ ദുരിതം നീങ്ങിക്കിട്ടാൻ വേണ്ടി അവലംബിക്കുന്ന ആളുകളെ. എന്തുമാത്രം വിരോധാഭാസമാണ് ആ പ്രവർത്തനം. മുഫസ്സിരീങ്ങൾ തന്നെ പറയുന്നു എന്നതുപോലെ തന്നെ ഈ ആയത്തിൽ പഠിക്കാനുള്ളൊരു പാഠം, പരലോകത്ത് ഈ ആളുകൾ തങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും, തങ്ങൾക്ക് പട്ടാളമായിട്ട് കാവലായിട്ട് ഇവർ വർത്തിക്കുമെന്ന് ഈ മനുഷ്യന്മാർ തെറ്റിദ്ധരിക്കുന്നു. അല്ലേ? ലാ യസ്തതീഊന നസ്റഹും, ഇവർ അവരെ സഹായിക്കുന്നവരല്ല. വഹും ലഹും ജൂദും മുഹ്ദറൂൻ, അവർ, ഈ അവർ എന്ന് പറയുമ്പോൾ അപ്പൊ അർത്ഥം എന്താണ്? ഈ ആരാധിക്കപ്പെടുന്നവർ, ലഹും ഇവർക്ക്, ജുന്ദുൻ പട്ടാളമാകുന്നു, മുഹ്ദറൂൻ ഒരുക്കി നിർത്തപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇവരെ വിശ്വാസം എന്താ? പരലോകത്ത് ഇവരൊക്കെ ഞങ്ങളെ പിന്നാലുണ്ടാകുന്നതാണ്. എന്നാ ഖുർആൻ എന്താ പറയുന്ന സഹോദരന്മാരെ? വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറൻ നാസു കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. സൂറത്തുൽ അഹ്ഖാഫിലെ 5-6 ആയത്തുകൾ ഒന്നെടുത്ത് പരിശോധിച്ച് വെക്കാം. എത്ര കൃത്യമായി, എത്ര വ്യക്തമായി ഖുർആൻ പറയാണ്. വമൻ അദല്ലു, ഏറ്റവും വഴി പഴച്ചവൻ ആരുണ്ട്? ഏറ്റവും വഴികേടിലായവൻ, ദ്വലാലത്തിലായവൻ ആരുണ്ട്? ചില ആൾക്കാർ പറയാൻ എന്താ അറിയോ? റബ്ബിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞാൽ അവർ വഴി പഴച്ചവരാകുന്നു, അവർ ദ്വലാലത്തിലാകുന്നു. എന്നാ ഖുർആൻ പറയെന്താ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ ഏറ്റവും വഴി പഴച്ചവൻ, അദല്ല്, മറ്റാരുണ്ട്? ആരാണവർ? വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ. ആരാണ് ഈ പറഞ്ഞ ആൾക്കാർ? അല്ലാഹ് അല്ലാത്ത ആരോടൊക്കെ ആര് പ്രാർത്ഥിക്കുന്നു അതൊക്കെ അതിൽ പെടും. വേറെ വേർതിരിക്കേണ്ട കാര്യമില്ല. മുഫസ്സിറുകൾ പഠിപ്പിക്കാണ്, അല്ലാഹു അല്ലാത്ത ഏത് ശക്തിയോട് പ്രാർത്ഥിച്ചാലും അതൊക്കെ ആ ഗണത്തിൽ പെടും. എന്നിട്ടോ വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഈ ദുആഇനെ കുറിച്ച് അവർ അശ്രദ്ധരാകുന്നു. ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മൺമറഞ്ഞു പോയ അമ്പിയാക്കളായിരുന്നാലും ഔലിയാക്കളായിരുന്നാലും മറ്റാരായിരുന്നാലും അവരിത് കേൾക്കുന്നില്ല. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറൻ നാസു, നാളെ പരലോകത്ത് മനുഷ്യന്മാർ ഹാജരാക്കപ്പെട്ടാൽ, മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, കാനൂ ലഹും അഅദാഅ, കണ്ടോ? ഈ വിളിച്ച് പ്രാർത്ഥിക്കപ്പെട്ട ആളുകൾ ഇവരുടെ ശത്രുക്കളായിട്ട് മാറും. അതാ ഖുർആൻ പറഞ്ഞതെന്ത്? വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ എന്ന വിശ്വാസം അത് ഖുർആനികമല്ല. അല്ലെങ്കിൽ ആ ധാരണ മൂഢമായ ധാരണയാകുന്നു. പരലോകത്ത് ഞങ്ങളെ ഇവർ സഹായിക്കുമെന്ന വിശ്വാസം. എന്തേ കാരണം? ഖുർആൻ സൂറത്തുൽ മാഇദയിൽ കൃത്യമായി പറയുന്നുണ്ട്. സൂറത്ത് മാഇദയുടെ അവസാന ഭാഗം ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കണം. അള്ളാഹുവിന്റെ ഒരു പ്രവാചകനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിയെ അള്ള വിചാരണ ചെയ്യുന്ന രംഗം ഇവിടുന്ന് അള്ള പറഞ്ഞു തരിക. അള്ള ചോദിക്കും, നീയാണോ പറഞ്ഞത്? നിന്നെയും നിന്റെ മാതാവിനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ നീ പറഞ്ഞിരുന്നോ? അദ്ദേഹം ഒഴിഞ്ഞു മാറും, ഇല്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ അള്ളാഹുവേ എന്നേക്കാൾ കൂടുതൽ നിനക്കറിയാം. അപ്പൊ സഹോദരന്മാരെ, വളരെ വ്യക്തമാണ് കാര്യം. അറിഞ്ഞില്ല എന്ന് പറയാൻ, ഞാനത് കേൾക്കാൻ ഒരുക്കമല്ല എന്ന് പറയാൻ,
ഞാൻ ഈ ധാരണ തിരുത്താൻ തയ്യാറില്ല എന്ന് പറയാൻ നമ്മൾ സന്നദ്ധരായാൽ അതിൻ്റെ ദുരന്തം, അതിൻ്റെ ഭവിഷ്യത്ത് നമുക്കാണെന്ന കാര്യം വിസ്മരിക്കാതിരിക്കുക. സഹോദരങ്ങളെ, ഈ പറഞ്ഞ വാക്യം ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ എന്ന വാക്യം ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അഖീദയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് നമ്മൾ കാര്യമായി പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സമൂഹത്തെ പഠിപ്പിച്ച ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം ആ വിശ്വാസമായിരുന്നു. വിശ്വാസരംഗത്തുള്ള പാകപ്പിഴവുകൾ, അപാകതകൾ, പുഴുക്കുത്തുകൾ കർമ്മം തിരസ്കരിക്കപ്പെടാൻ കാരണമായി തീരുമെന്ന കാര്യം നമ്മൾ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. പലപ്പോഴും ദഅവാ പ്രവർത്തന രംഗത്ത് പല ആളുകളും മാറ്റിവെച്ചൊരു രംഗമാണെന്ത് വിശ്വാസ രംഗം എന്ന് പറയേണ്ട. എന്താ കാര്യം? അത് ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാകും, ആൾക്കാരത് ഇഷ്ടപ്പെടൂല. സഹോദര, ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയോ ജനങ്ങളുടെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടിയോ അല്ല ദീന് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്, മറിച്ച് റബ്ബിനെ പേടിച്ചുകൊണ്ടാണ്, അവൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട്. അതുകൊണ്ട് അള്ളാഹ് എങ്ങനെയാണോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞത് അതേപോലെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും തയ്യാറാകണം. സമയം ഇശാ വളരെ വൈകിട്ടായതുകൊണ്ട് ദീർഘമല്ല എന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സൂറത്ത് യാസീനിൽ നമ്മൾ ഇതുവരെ പഠിച്ച ആയത്തുകൾ, ഒഴിവുള്ള സമയത്തൊക്കെ ഖുർആൻ പരിഭാഷ നോക്കി പഠിച്ചു പോയ കാര്യങ്ങൾ, വിശദീകരണങ്ങൾ കേട്ട കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ആവർത്തിച്ച് മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാൻ മാസമൊക്കെ കടന്നു വരികയാണല്ലോ. പ്രത്യേകിച്ചും ഇപ്പം നമ്മൾ ഉള്ളത് സൂറത്ത് യാസീൻ്റെ അവസാന ഭാഗത്താണ്. ഇൻഷാ അല്ലാഹ് ആ ബാക്കിയുള്ള ഭാഗവും കൃത്യമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് പ്രകാരം, അവിടുത്തെ സഹാബത്ത് മനസ്സിലാക്കിയത് പ്രകാരം, മുഫസ്സിരിങ്ങൾ, പ്രാമാണികരായ മുഫസ്സിരിങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചത് പ്രകാരം കാര്യങ്ങൾ മനസ്സിലാക്കാനും വേർതിരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ രോഗികളായി കഴിഞ്ഞുകൂടുന്ന നമ്മളുടെ പലരുടെയും മാതാപിതാക്കളും ബന്ധുമിത്രാദികളും അയൽവാസികളും കൂട്ടുകാരും എല്ലാവർക്കും അല്ലാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തന രംഗത്ത് അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് നാം ഓരോരുത്തരും എന്ന ബോധത്തോടു കൂടി സദാസമയവും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദീനാ മിനൻ നാർ. റബ്ബന റഹംഹുമാ കമാ റബ്ബൗനാ സിഗാറാ, റബ്ബന റഹംഹുമാ കമാ റബ്ബൗനാ സിഗാറാ, റബ്ബന റഹംഹുമാ കമാ റബ്ബൗനാ സിഗാറാ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم وفق رئيس الدولة الشيخ خليفة بن زايد وأدم عليه موفور الصحة والعافية واجعله في حفظك وعنايتك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وأدم عليها الأمن والأمان وعلى سائر بلاد العالمين. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. السلام عليكم ورحمة الله.